ജിമ്മിലോ വീട്ടിലോ ഒക്കെ നല്ല വർക്കൗട്ട് ചെയ്ത് പിറ്റേന്ന് ഭയങ്കര മസിൽ പെയിൻ അനുഭവിച്ചിട്ടുള്ള ഒരു സന്ദർഭം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? മസിൽ ഫൈബറുകൾക്കുണ്ടാകുന്ന കേടുപാടുകളാണ് ഇതിന് കാരണം. പ്രോട്ടീൻ കഴിച്ചാൽ മസിൽ ഗ്രോത്ത് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. എന്നാൽ ഈ വേദന മാറ്റാൻ എന്ത് കഴിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ലേ? മസിൽ പെയിൻ മാറ്റിയെടുക്കാനും അടുത്ത ദിവസത്തെ വർക്കൗട്ടിനായി വീണ്ടും ഉഷാറോടെ തയ്യാറെടുക്കാനും സഹായിക്കുന്ന ചില സൂപ്പർ പവർ മിനറലുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അവ ഏതൊക്കെയാണെന്നും മസിൽ പെയിൻ മാറ്റാൻ അവ എങ്ങനെ സഹായിക്കുന്നുവെന്നും അറിയാം. പൊട്ടാസ്യം കായിക താരങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട മിനറലാണിത്. കാരണം നമ്മുടെ മസിലുകളുടെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒന്നാണിത്. പൊട്ടാസ്യം കുറഞ്ഞാൽ നമ്മുടെ മസിലുകൾക്ക് ചുരുങ്ങാനുള്ള കഴിവ് കുറയും. വാഴപ്പഴം, ചീര, അവക്കാഡോ എന്നിവയിലൊക്കെ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. സിങ്ക് മസിലുകളുടെ റിക്കവറിക്ക് സിങ്ക് വേഗത്തിൽ സഹായിക്കും. ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും മുറിവുകൾ ഉണങ്ങാനും ഒക്കെ നമ്മുടെ ശരീരത്തെ സഹായിക്കും. പംകിൻ സീഡ്, ചീസ്, നട്ട്സ് ഇവയെല്ലാം സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. കാൽസ്യം എല്ലുകൾക്ക് വേണ്ടി മാത്രമല്ല മസിലുകളുടെ കോൺട്രാക്ഷന് വേണ്ടിയും കാൽസ്യം അത്യാവശ്യമാണ്. ഒരു ദിവസം ഏകദേശം 1/2 ലിറ്റർ പാൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദിവസേന ആവശ്യമായ കാൽസ്യം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ഇനി പാലുൽപ്പന്നങ്ങൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മഗ്നീഷ്യം മസിലുകളുടെ കേടുപാടുകൾ തീർക്കാനും പുതിയ കോശങ്ങൾ നിർമ്മിക്കാനും ആവശ്യമുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും മഗ്നീഷ്യം വേണം. ഇതാകട്ടെ മസിലുകളുടെ പ്രവർത്തനങ്ങൾക്കും മസിലുകളുടെ വളർച്ചയ്ക്കുമെല്ലാം സഹായിക്കും. ബ്രൗൺ റൈസ്, കിൻവ, പംകിൻ സീഡ്, കൂൺ എന്നിവയാണ് മഗ്നീഷ്യം അടങ്ങിയ മികച്ച ഭക്ഷണങ്ങൾ. ഇവ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി നോക്കാം. ഇരുമ്പ് കായിക താരങ്ങളിൽ പൊതുവെ ഇരുമ്പിൻ്റെ കുറവ് സാധാരണയായി കണ്ടുവരാറുണ്ട്. നമ്മുടെ മസിലുകളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മിനറലാണ് ഇരുമ്പ്. ഇരുമ്പിൻ്റെ അളവ് കുറഞ്ഞാൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാൻ ഇടയാക്കും. നിലക്കടല, സോയാബീൻ, സൺഫ്ലവർ സീഡ്, പയറുവർഗ്ഗങ്ങൾ എന്നിവയിലൊക്കെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളോടൊപ്പം ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഇരുമ്പിൻ്റെ ആഗിരണം ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കും. സെലീനിയം പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയായ മിനറലാണ് സെലീനിയം. നല്ല കടുത്തതായ വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സെലീനിയം സഹായിക്കും. ബ്രസിൽ നട്ട്സ്, സൺഫ്ലവർ സീഡ്, മുട്ട, മീൻ എന്നിവയൊക്കെയാണ് സെലീനിയം അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മിനറലുകളെല്ലാം നമ്മുടെ ശരീരത്തിലെത്തുന്നത് ഭക്ഷണത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സമീകൃത ആഹാരം കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ മിനറലുകളുടെ അളവ് ഇതല്ല, ഏത് മിനറലുകളുടെ അളവാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ കുറയുകയോ കൂടുകയോ ആണെന്ന് തോന്നിയാൽ സ്വയം സപ്ലിമെൻ്റ് കഴിക്കാതെ നിർബന്ധമായും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടണം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം.